വെൽക്കം ടു ഓട്ടോഫൈൽ. ഇന്ന് ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഒരു പോണ്ടിച്ചേരി ട്രിപ്പിന് പോയതാണ് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട്. ആ സമയത്താണ് അപരിചിതമായിട്ട് പെട്ടെന്നൊരു വണ്ടി കണ്ടത്. അത് ടാറ്റ നാനോ ആണെന്ന് ഓർക്കണം. എനിബഡി ക്യാൻ ഡു, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഈ INB ട്രിപ്പിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ അവരെ വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും ഒരു കൊച്ചു കുഞ്ഞുണ്ട്. 3 വയസ്സല്ലേ? 3 വയസ്സ്. ചേട്ടാ പേരെന്താ? ജിൻസ്. ചേച്ചി ആൻസി. അപ്പം ഈ ഒരു നാനോയിൽ INB ട്രിപ്പ് നടത്തുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ശരിക്കും കണ്ട ഈ നാനോയിൽ ഇത്രയും ലോങ് പോണത് കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റാണ് നിങ്ങൾ നിർത്തിയത്. ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പാണോ ഇത്? അല്ല, അത് ഞങ്ങളുടെ മൂന്നാമത്തെ ട്രിപ്പാണ്. ഓക്കെ. അത് ഞങ്ങൾ മൊത്തം ഒന്ന് കവർ ചെയ്തു, സൈഡ് മാത്രം. ഓക്കെ. പിന്നെ ഞങ്ങൾ കാശ്മീർ പോയി ഫുൾ ട്രിപ്പ്. പിന്നെ തുടങ്ങിയതാണ് ഈ INB. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചേച്ചിയെ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു 3 വയസ്സായുള്ള കുട്ടി കൂടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ നാനോ ഓടിച്ചിട്ട് ഇപ്പം ഇത്രയും ദൂരം? ഈ നാനോ ആയിട്ട് ആദ്യമായിട്ടാണോ അതോ? അല്ലല്ല, ഈ വണ്ടി തന്നെയായിരുന്നു. 3 ട്രിപ്പ് ഈ വണ്ടി തന്നെയായിരുന്നു. 3 ട്രിപ്പ് നാനോയില്. എങ്ങനെയുണ്ട് അപ്പോൾ ഇത്രയും ദൂരം ഓടിക്കുമ്പോൾ ടയർഡാവില്ലേ നാനോയില്? ഇല്ല, ഞങ്ങൾക്ക് ശീലമായി, കുഴപ്പമില്ല. പിന്നെ AC ഒക്കെ ഇങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു കുഴപ്പമില്ല. ഏകദേശം എത്ര ചിലവ് വരുന്നുണ്ട്? ചിലവ് നമുക്ക് കഴിഞ്ഞ ട്രിപ്പിനൊരു 38,000 രൂപ തന്നെ എണ്ണ അടിച്ചു. പെട്രോള് 38,000 രൂപ പെട്രോൾ മാത്രം. പിന്നെ നമുക്ക് ടോളും ഒരു 6-7 രൂപ ടോള് വന്നു. 6-7 രൂപ ടോള് വന്നു. പിന്നെ നമ്മൾ കിടപ്പൊക്കെ വണ്ടിക്കകത്ത് തന്നെ ആയതുകൊണ്ട്. നിങ്ങൾ കിടക്കുന്നത് വണ്ടിക്കകത്ത്? ഈ വണ്ടിയിലാണ് കിടക്കുന്നത്. കുക്കിംഗ് ഉണ്ട്, അത് ഞാൻ ചോദിക്കാൻ വരെ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചേ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കുമായിരുന്നു പറഞ്ഞു. നമ്മളപ്പോൾ മൊത്തത്തിലൊരു ഡിസ്റ്റർബ് ചെയ്യുകയാണ് അവർ. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ശരിക്കും വണ്ടി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം ഞങ്ങളൊക്കെ പോണമെന്ന് വിചാരിക്കും, പോകാൻ പറ്റാറില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പം ശരിക്കും ഹാപ്പിയായി. ചേട്ടന് വേറെ എന്താ ചെയ്യുന്നത്? ഇല്ല, ഇപ്പോൾ യൂട്യൂബ് തന്നെ ഉള്ളൂ. ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൻ്റെ പേരെന്ന് പറയാം? എനിബഡി ക്യാൻ ഡു. ഇത് തന്നെയാണ് എനിബഡി ക്യാൻ ഡു. ഇത് തന്നെയാണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പം എന്താണെങ്കിലും കാണുന്ന ആൾക്കാർ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ അപ്പോൾ യൂട്യൂബ് ചാനലിലാണ് ചേട്ടൻ്റെ മെയിൻ വരുമാനം. അപ്പോൾ ഈ യാത്രയ്ക്കുള്ള തുകയെല്ലാം കണ്ടെത്തും എല്ലാം ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവരെ ഒന്ന് കാര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ യാത്ര ചെയ്യാനുള്ള ആൾക്കാരോട് ചേട്ടന് സിമ്പിളായിട്ട് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്താണ്? യാത്ര ചെയ്യുന്നവർക്ക് നമ്മളിപ്പോൾ പൈസയും നമ്മുടെ സൗകര്യങ്ങൾ നോക്കി നിന്നാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള സൗകര്യത്തിൽ ഉള്ള പോലെ അങ്ങോട്ട് യാത്ര ചെയ്യാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാനുമായിട്ട് 3 വട്ടം കാശ്മീർ പോയി ഇപ്പം INB പോകുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ്. കുഞ്ഞ് ഉറങ്ങുകയാണ്, അത് കാരണം നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാപ്പി മോട്ടറിങ്. താങ്ക് യു. താങ്ക് യു.